കളിക്ക്. അച്ഛ, എന്നെ ഒരു വലിയ വീട്ടിൽ നിന്ന് പെണ്ണ് കാണാൻ വരുന്നു എന്ന് അറിയിച്ച അച്ഛൻ എന്ത് പറയും? എന്താ പറഞ്ഞേ? എന്താ നീ ഉദ്ദേശിക്കുന്നത്? അല്ലമ്മേ, ഇവിടേക്ക് ഒരു കല്യാണാലോചന വന്ന വേണ്ട. എന്താ രണ്ടുപേരും കൂടി ഒരു കളി? സരോജ, പൂർണ്ണി നീ കാര്യം ഒന്ന് പറ. ശക്തി വാ. എനിക്ക് പഠിക്കാനുണ്ട്. അതെ അച്ഛ, ഇതൊരു കല്യാണാലോചനയാ. കല്യാണോ? എവിടുന്ന്? നമ്മുടെ വീട്ടിലേക്ക് നാളെ വരും. പക്ഷെ എനിക്കല്ല, ശക്തിക്കാ. വരദരാജൻ എന്നൊരു വലിയ വക്കീൽ, ക്രിമിനൽ ലോയർ. അയാളുടെ മകൻ കാർത്തികനാ. ശക്തി, പൂർണ്ണ പറഞ്ഞത് സത്യമാണോ? മറുപടി പറ. ഇതിനാണോ നിന്നെ പഠിക്കാൻ അയച്ചത്? ഇതിനാണോ കടം വാങ്ങി പണയം വെച്ച് നിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ട് ചേർത്തത്? അമ്മ, ഞാൻ ആരോട് വരാൻ പറഞ്ഞില്ല. അവരായിട്ട് വരാൻ ഒരുങ്ങി ഞാൻ എന്താ ചെയ്യാ? നീ പോയി ഇളിച്ച് കാണിച്ചിട്ടല്ലേടി ഇപ്പൊ ഒരുത്തൻ വീട്ടിലേക്ക് വരുന്നത്. ഞാൻ ആരെയും നോക്കി ഇളിച്ചില്ല. എപ്പോ നോക്കിയാലും അമ്മ എന്നെ കുറ്റപ്പെടുത്തിക്കോ. അമ്മ, കാർത്തിക് നല്ലടി. നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി കല്യാണം പോലും കഴിക്കാതെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക ഇവള്. അറിയാൻ കൂടി മഹാപാപി നിനക്ക്. അമ്മ ശപിക്കില്ല ഇങ്ങനെ. നിന്റെ ഈ വർഷത്തെ ഫീസ് അടച്ചത് ഇവളുടെ ഓഫീസിൽ നിന്ന് ലോൺ വാങ്ങിയിട്ടാ. ഇവളെ കല്യാണം കഴിക്കാതെ നിൽക്കുമ്പോ നിനക്ക് ഒരു പയ്യനെയും കൊണ്ട് വന്നിരിക്കുന്നു. സരോജ, സ്ഥലം ഇത് തന്നെയല്ലേ? അതെ സാർ. 511 പറഞ്ഞേ? ആണ് സാർ. ആ, വണ്ടി ഒതുക്കിയിട്ടെ. ശരി. ഞാൻ വരദരാജൻ. വാ. നമസ്കാരം. നമസ്കാരം. വരൂ വരൂ, ഇരിക്കൂ. ആ, സുഖം തന്നെയല്ലേ? സുഖം തന്നെ, ഇരിക്കും. ആ, ഇരിക്കും. സരോജ, വീട് മാറിപ്പോയോ എന്നൊരു ചെറിയ സംശയം തോന്നി. എല്ലാം ക്വാർട്ടേഴ്സ് അല്ലേ, കണ്ടിട്ടല്ല ഒരുപോലെ. ഒരു ചെറിയ കൺഫ്യൂഷൻ. മിഡിൽ ക്ലാസ് ആവുമ്പോ അങ്ങനെയൊക്കെ ഇരിക്കും. അത് ശരി. ഇത് സരോജ. ആ, നമസ്കാരം. ഇവര് രണ്ടുപേരും എന്റെ മക്കളാ. ആ, അറിയും. വീട്ടിൽ വന്നിട്ടുണ്ട്, പാട്ടും കൂടെ പാടിയിട്ടുണ്ട്. ഓ, അങ്ങനെയാണോ? ആ, വാ വാ, ഇരിക്കും. ഇതൊന്നും എനിക്കറിയില്ല, ഞാനിതൊന്നും ശ്രദ്ധിക്കാറുമില്ല. ഇതൊക്കെ എവരുടെ ചില രഹസ്യ ഇടപാടുകളാ. പോയി കാണണമെന്ന് ഒരേ നിർബന്ധം, അതുകൊണ്ടാ വന്നേ. അല്ല, ഇത്തിരി കാപ്പി കിട്ടുമോ? നീ എവിടെ ഇരിക്ക? നീ ഇരുന്നോ. അതെ, ഒട്ടും മധുരമില്ലാതെ എനിക്ക് മാത്രം. ഇവള് കഴിക്കല. അതെ, ഇവർ രണ്ടുപേരില് നമ്മുടെ മോന്. മൂപ്പർക്ക് മുഖചായ ഓർമ്മ കാണത്തില്ല. ഞാൻ കൂടെ 2 ദിവസം വീട്ടിൽ പോയിട്ട് വന്നോ നീ ആരാന്ന് ചോദിക്കും. ഇളയവള് ശക്തി. ആ, ശരി ശരി. അല്ല, മൂത്തവൾക്ക് ഇതുവരെ കല്യാണമൊന്നും ആയില്ലേ? ഇല്ല. ഓ, എന്താ മോളെ, അറേഞ്ച്ഡ് മാരേജാ അതോ സിസ്റ്ററിനെ പോലെ ലവ് എന്നൊക്കെ പറഞ്ഞ് അച്ഛന്റെ പൈസ ലാഭിക്കാവുന്നതാണോ? ഏതും ചോദിച്ചറിയുന്നത് നല്ലതല്ലേ? ചോദ്യം ചോദിക്കലല്ലേ എന്റെ പ്രൊഫഷൻ തന്നെ. ബുദ്ധി. അപ്പൊ ഒരുപാട് കള്ളം പറഞ്ഞിട്ടായിരിക്കുമല്ലോ സമ്പാദിച്ചത് മുഴുവൻ. നല്ല ജോക്ക്. ഇത് താങ്ക് യു, താങ്ക് യു. ഞാൻ എൻ്റെ പയ്യനെ സാധാരണ മിഡിൽ ക്ലാസ് പയ്യനായിട്ടാണ് വളർത്തിയിരിക്കുന്നത്, ഒരു സക്സസ്ഫുൾ അഡ്വക്കേറ്റ് പയ്യനായിട്ടല്ല. ഞാൻ എൻ്റെ മക്കളെ മഹാറാണിമാരെ പോലെയാണ് വളർത്തിയത്. വലിയ സമ്പാദ്യമൊന്നുമില്ല. മഹാറാണിമാരുടെ അച്ഛൻ വർത്തമാനം ആരംഭിച്ച പിന്നെ നിർത്താനാ പാട്. പറയട്ടെ. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാല്, പിള്ളേർക്ക് 20 വയസ്സായ പിന്നെ നിങ്ങളോടോ എന്നോടോ ചോദിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യമില്ല. ചട്ടം അതാണ്. ആ ചട്ടം അനുസരിച്ചാണ് എൻ്റെ പയ്യനെ ഞാൻ വളർത്തിയിരിക്കുന്നത്. സാർ, ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് അങ്ങനെയല്ല. നിങ്ങൾ തെറ്റായിട്ടാണ് ധരിച്ചിരിക്കുന്നത്. ഞാൻ നിയമത്തിൽ എന്താ ഉള്ളതെന്നാണ് പറഞ്ഞത്. കാർത്തിക് നിങ്ങളുടെ മോളെന്നല്ല, റോഡേ പോകുന്ന ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് അവളെ കെട്ടാൻ പോവാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ കഴുതയെ അംഗീകരിച്ചേ പറ്റൂ. വക്കീൽ സാർ എന്താ ഉദ്ദേശിച്ചത്? നിങ്ങളൊക്കെ പണക്കാര്, ഞങ്ങളൊക്കെ പിച്ചക്കാര് എന്നാണോ? സാർ, സാറിന് എപ്പോഴാണ് ഈ അഹങ്കാരം തുടങ്ങിയത്? കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടായപ്പോഴോ അതോ കുറച്ച് കാശ് കയ്യിൽ വന്നപ്പോഴോ? പിന്നല്ലാതെ നമ്മുടെ വീട്ടിൽ വന്നിരുന്നുകൊണ്ട് നമ്മുടെ മോളും തെരുവിലെ പെണ്ണ് ഒന്നാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മിസ്റ്റർ സെൽവരാജ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ തെറ്റിദ്ധരിച്ചതല്ല, നിങ്ങളിപ്പോൾ പറഞ്ഞതിലാണ് സാർ തെറ്റ്. ഞാൻ വന്നത് നിങ്ങളുടെ മോളെ പറ്റിയും എൻ്റെ മോനെ കുറിച്ച് സംസാരിക്കാനാണ്. അതല്ല നമ്മുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ കുറിച്ചോ സുപ്പീരിയോറിറ്റി കോംപ്ലക്സിനെ കുറിച്ചോ ചർച്ച ചെയ്യാനല്ല. എൻ്റെ മകൻ വലിയൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. നല്ല നിലയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചു. അവനിങ്ങനെ ഒരു പ്രേമത്തിൽ ചെന്ന് കുടുങ്ങുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. സർ, നിങ്ങളുടെ മകനെ ആരും വലവീശി പിടിച്ചിട്ടില്ല. ശക്തി സാർ, ലെറ്റ് us forget this. കുറച്ച് നേരത്തേക്ക് നമ്മുടെ ഈഗോയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം.
ഇപ്പൊ എന്റെ മകൻ ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയണം? അത് പറ. ഞങ്ങൾക്കും അഭിമാനം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. എക്സ്ക്യൂസ് മീ ഒരു നിമിഷം പ്ലീസ്. ഐ എം സോറി. എന്തായി? ഇത് ശരിയാവും തോന്നില്ല. വിട്ടേക്കാം. എല്ലാം മറന്ന് കൈ കൊടുത്ത് പിരിയാം. നല്ല സുഹൃത്തുക്കളെ പോലെ ബൈ പറയാം. ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ലല്ലോ. എൻ്റെ അച്ഛൻ്റെ ഭാഗത്ത് മോശമായിട്ട് ഒന്നും ശരിയായില്ല. പറഞ്ഞു, വേണ്ടാത്തൊക്കെ പറഞ്ഞു. തമ്മി തെറ്റി. ഇന്ത്യ പാകിസ്ഥാൻ സംഭാഷണം പോലെയായി. ശക്തി, അവർ തമ്മിലല്ലോ കല്യാണം കഴിക്കാൻ പോകുന്നത്, നമ്മൾ തമ്മിലല്ലേ? ചുമ്മാ ഒരു ഫോർമാലിറ്റിക്കല്ലേ പെർമിഷൻ. ഞാൻ എന്തിയാണെന്നാ പറയുന്നത് കാർത്തിക്? നമ്മുടെ ഇഷ്ടത്തിന് അവർ ഒന്നില്ലേ പോവാൻ പറയുന്ന അവരോട്. എന്നെക്കൊണ്ടാവില്ല. എന്തുകൊണ്ടാവില്ലെന്ന്? അമ്മ, അച്ഛൻ, വേണ്ടപ്പെട്ടവരാരെയും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അതായത് ഹായ് ശക്തി. ഹായ്. എന്റെ സ്നേഹം നിനക്ക് വലുതല്ലെന്നല്ലേ? എന്നെ എത്ര നാളുകൊണ്ട് അറിയും? 20 ആഴ്ച. എൻ്റെ അച്ഛനും അമ്മയ്ക്കും 20 വർഷമായിട്ടില്ല ജീവനാ. നിങ്ങൾക്ക് വേണ്ടി അവരെ വിടാൻ പറ്റില്ല. എന്നാൽ നിനക്ക് വേണ്ടി എന്തും വിട്ടിട്ട് വരാൻ ഞാൻ തയ്യാറാ. ഇന്ന് എനിക്ക് വേണ്ടി അച്ഛനും അമ്മയൊക്കെ വിട്ടിട്ട് വരാമെന്നല്ലേ? നാളെ എന്നെ ഇതുപോലെ വിടില്ലെന്ന് എന്താ നിശ്ചയം? ഹലോ, നിന്റെ ലോജിക്ക് എനിക്ക് തീരെ സഹിക്കണില്ല. നോക്ക് ശക്തി, നീ പറ, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ത്യാഗം ചെയ്യേണ്ടത്? അങ്ങനെ നമ്മൾ തമ്മിലൊരു ലവ് എന്താ? കണ്ടു, പരിചയപ്പെട്ടു, ഒന്നടുത്തു, കുറെ സ്വപ്നം കണ്ടു, ചിരിപ്പിച്ചു, ഇപ്പൊ കരയിപ്പിക്കുന്നു. അത്ര തന്നെ. ഞാൻ ആദ്യമേ നോ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? നിനക്ക് അതിനുള്ള ഭാഗ്യമില്ലെന്ന് ഞാൻ വിചാരിക്കും. ദാറ്റ്സ് ഓൾ. ഇപ്പൊ അങ്ങനെ കരുതിക്കോ. ശക്തി, നീ പറഞ്ഞ ശരി തന്നെയാ. ലവ് എന്ന് പറഞ്ഞ മഹത്തായ കാര്യമൊന്നുമല്ല, സമ്മതിക്കുന്നു. പക്ഷെ ഇപ്പൊ ഉപേക്ഷിക്കരുത്. കുറച്ച് സമയം എന്താ, ഒരാഴ്ച, 10-ാം തീയതി വരെ. അത് കഴിഞ്ഞ് ഇതേ ഫീലിംഗ് തന്നെയാണെങ്കിൽ വിട്ട് കളഞ്ഞേക്കാം നമുക്ക്. ഒരാഴ്ചക്കുള്ളിൽ എന്താകാനാ? ഒരാഴ്ച കൊണ്ട് എന്ത് വേണേലും ആകാലോ. ഞാൻ നിന്നെ കൺവിൻസ് ചെയ്യിക്കാം. ചിലപ്പോ നിന്റെ മനസ്സ് മാറാം, അല്ലെങ്കിൽ ഞാൻ വേറെ പെണ്ണിനെ പ്രേമിച്ചെന്നിരിക്കാം. ശക്തി, ഒരേ ഒരാഴ്ച ചുമ്മാ മീറ്റ് ചെയ്യാൻ, സംസാരിക്കാം, അത്രമാത്രം. ഓക്കെ? പറ്റില്ല. ശക്തി, എനിക്ക് വേണ്ടി സമ്മതിക്കൂ പ്ലീസ്. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറയരുത്. ശക്തി, 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 ഒന്ന് തുറക്ക ശക്തി. ശക്തി, ഹലോ, ഡോക്ടർ ബാല. ഞാൻ കാർത്തിക സംസാരിക്കുന്നത്, ഡോക്ടർ ശക്തിയുടെ ഹസ്ബൻഡ്. ഐ എം ഫൈൻ. ശക്തി, ശക്തി എവിടെയെന്നറിയാമോ? ഇല്ല, ഞാനിപ്പോ വെളിയിൽ നിന്ന് വിളിക്കുന്നത്. ചിലപ്പോ വീട്ടിലെത്തി കാണും. താങ്ക്സ്. സോറി ഫോർ ദ ട്രബിൾ. ഗുഡ് നൈറ്റ്. രാജി. ഹലോ, രാജി ഉണ്ടോ അവിടെ? ഹായ് കാർത്തിക്, ഞാൻ രാജിയ. എന്തൊക്കെയുണ്ട്? ഐ എം ഫൈൻ. ശക്തിക്ക് സുഖാണോ? ഹലോ കാർത്തിക്. ഹലോ. ശക്തി ഫൈൻ. നന്നായിരിക്കുന്നു. രാജു? ഞങ്ങൾക്ക് സുഖ. എന്താ അത്ര വലിയ ബിസിയാ? ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. അല്ല, കുട്ടി ഉണ്ടായ കാര്യം ഞാൻ അറിഞ്ഞു. അതെ, പെൺകുട്ടിയാ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. ഈ ആഴ്ച തന്നെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ശക്തിയും കൂട്ടണേ. തീർച്ചയായിട്ടും. ബൈ. ഈ ഒരാഴ്ചത്തെ എഗ്രിമെന്റ് ഒന്നും വേണ്ട കാർത്തിക്. വിടാൻ പറഞ്ഞ വിട്ടേക്ക്. ഉറപ്പാണല്ലോ? കൺഫേം ആണല്ലോ? ശരി, ഓക്കെ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് അഗ്ലിയായിട്ട്
മന്ദബുദ്ധിയായിട്ടൊരു ഭാര്യയെ കിട്ടണമെന്ന്. ട്രെയിൻ. ഇതുവഴി കയറ്, കമ്പാർട്ട്മെന്റ് മാറണ്ട. കരഞ്ഞോണ്ടാണോ? അല്ല, ചിരിച്ചോണ്ട്. ശക്തി, ശക്തി, ഇനി എത്ര നാളത്തേക്ക് ഇത്? എത്ര നാളത്തേക്ക് എന്ത്? ഇങ്ങനെ ഒരു ഒളിച്ചുകളി. ഇലക്ട്രിക് ട്രെയിൻ വിട്ടൊരു ബസ്സിലും ഓട്ടോയിലും ഒക്കെ ആയിട്ട്. വിട്ടാലതങ്ങ് വിട്ടേക്കണം. ചുമ്മാ തൊട്ട് നോക്കി ഉരച്ച് അത് ടെസ്റ്റ് ചെയ്യുന്നത് മണ്ടത്തരം. എനിക്ക് മണ്ടത്തരം ചെയ്യാൻ ഇഷ്ടമല്ല. എന്താ? ബിൽഗേറ്റ്സ് കമ്പനി പോലെ നമ്മൾ ഉയരാൻ പോകുന്നു. അതോ ബ്ലൈഡ് കമ്പനിക്കാരെ പോലെ പണം തിരിച്ചു കൊടുക്കാത്തതിന് കമ്പി ഉണ്ടായിട്ട് വരുമോ? ഇന്ന് മുതൽ സിനിമ കട്ട്, വീട് കട്ട്, ഊര് ചുറ്റൽ കട്ട്, ഗേൾസ് കട്ട്, 5 ഒഴികെ. ഓക്കെ, നോക്കോടാ. ഫസ്റ്റ് ഇയറിൽ മദ്രാസിൽ തന്നെ നമ്പർ 1 ആകാൻ പോകും നമ്മള്. 2ാമത്തെ വർഷത്തില് ഓൾ ഇന്ത്യ ലെവലിൽ നമ്പർ 1. 3ാമത്തെ വർഷത്തില് ഇന്റർനാഷണൽ ലെവലിൽ. നാളെയുടെ നക്ഷത്രങ്ങളെ ഇന്ന് തന്നെ നമുക്ക് പണി ആരംഭിച്ചാലോ? കർപ്പൂരത്തിന്റെ പാക്കറ്റിംഗ് എടുക്ക്. കാർത്തിക് സിറ്റപ്പിന് ഫോൺ. ആരാ? നീ ആളെ കൊള്ളാലോ. 2 ചന്ദനത്തിരി, 1 നാളികേരം. ഹലോ, 100 കൽക്കണ്ടം. മൊത്തം 18-60. അതൊന്ന് പൊതിഞ്ഞു കൊടുക്ക. എന്താ ശക്തി സംസാരിക്കാത്ത? ഫോൺ കട്ടായോ? ഇല്ല. പിന്നെ സംസാരിക്കേ, ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നേ ഇല്ല. ഒന്ന് നേരാവണ്ണം പൊതിഞ്ഞു കൊടുക്കടാ. അവിടെ ഇവിടെ നോക്കിയിട്ടാണ്. ഒന്ന് ദേഹം അനങ്ങി പണിയെടുക്കടാ. ഓ, 8 5 13. ആ ശരി മോളെ. സെൽവരാജേ, എടീ എവിടെയാണ് നിന്റെ അച്ഛൻ? സെൽവരാജ് എവിടെയാടാ നീ? സെൽവരാജേ, എടാ സെൽവരാജേ, ഡോക്ടർ പരീക്ഷ കഴിഞ്ഞ ഉടനെ ശക്തിയെ എന്റെ മോന് കല്യാണം കഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞോ ഇല്ലേ? അമ്മേ, നമ്മള് വീട്ടിൽ നിന്ന് വരുമ്പോ എന്ത് പറഞ്ഞാ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു? നീ ചുമ്മാ എറാ. ഇവളായിരിക്കും വേണ്ടാന്ന് പറഞ്ഞത്. ഇവക്ക് നമ്മുടെ കുടുംബക്കാരെ കണ്ടാലേ ആവൂലല്ലോ. ഇവന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ വെച്ച് വിളമ്പിയ ചോറ് തിന്നല്ലേ ഇവൻ വളർന്നത്. എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ. കൂടെ പറഞ്ഞവളെ പറ്റിക്കല്ലേ. ആരെ പറ്റിച്ചെന്നാ ചേച്ചി? പൂർണ്ണിക്ക് മുമ്പ് ശക്തിയുടെ കല്യാണം എങ്ങനെ നടത്തുന്നേ? നിനക്ക് റെയിൽവേയിൽ ആരാ ജോലി വാങ്ങിച്ചതെന്ന്? അതൊക്കെ ഇപ്പൊ എന്തിനു പറയണം? എന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ആ ജോലി നിനക്ക് ഞാൻ വാങ്ങിച്ചു. ആ ജോലി തിരിച്ചു തന്നിട്ട് ഞാൻ പോയി ചത്തേക്കട്ടെ? പറയൂടാ, നീ ഇതും പറയും ഇതിനപ്പുറം പറയും. നിന്റെ മോള് വലിയ ഡോക്ടർ പഠിപ്പ് പഠിച്ചില്ലേ, അതുകൊണ്ട് ഞങ്ങളെയൊന്നും മറക്കല്ലേ എന്ന് പറയാൻ വന്നതാ. ഏതെങ്കിലും ഒരു ദിവസം നീ പോലും അറിയാതെ അവര് നിന്നെ കെട്ടിപ്പൊതിഞ്ഞ് ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോവും പെണ്ണെ. ശക്തി, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ശക്തി, പഴയ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞ് സേതുവിനെ കൊണ്ട് അവർ നിന്നെ കല്യാണം കഴിപ്പിക്കും. സൂക്ഷിച്ചോ. പൂർണ്ണി, ഒന്ന് ചുമ്മാരുന്നേ. ഹായ് ശ്വേത. ഹായ്. 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 ഇവിടെ എന്ത് ചെയ്യുന്നു? ശക്തി എന്തേ? നിങ്ങൾ പിരിഞ്ഞെന്നാണല്ലോ അറിഞ്ഞത്. അതെ. പിന്നെന്തിനാ? അല്ല, 4-5 ദിവസമായിട്ട് കണ്ടില്ല. എവിടെ? അവള് US പോയല്ലോ.
US? ഇപ്പോ എന്തിനാ? അവൾ US ലൊന്നും പോയില്ല, മെഡിക്കൽ ക്യാമ്പിൽ പോയിരിക്കുക. പോരെ? മെഡിക്കൽ ക്യാമ്പാ? എവിടെയാ? കണ്ണൂർ ഡിസ്ട്രിക്ട്. 3 ആഴ്ചത്തേക്ക്. 3 ആഴ്ചത്തേക്കോ? 3 ആഴ്ച തന്നെ. തിരികെ ഇങ്ങോട്ടല്ലേ വരുന്നേ? ഓക്കെ, താങ്ക്സ്. താങ്ക്സ് അലോട്ട്. ബൈ. വാടാ. $2000. എന്തിനാടാ ഇത്രയും പണം? എനിക്കൊരു സ്ഥലം വരെ പോവാനാ. എവിടെ എന്താണെന്ന് ചോദിക്കരുത് പ്ലീസ്. അച്ഛനറിഞ്ഞ അവിടെ കൊല നടക്കും. അതിനു മുമ്പ് അമ്മ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് വെച്ചേക്ക്. പെണ്ണാണോ? ഞാൻ വരട്ടെ. എടാ ശ്രദ്ധിച്ചു പോണേ, വേഗം തിരിച്ചു വരണം. ഡോക്ടർ, പേഷ്യന്റ് ഫിറ്റ്സ് വന്നിരിക്കുക. എവിടെ? ദാ അവിടെ. ഓക്കെ ഓക്കെ. ദേ ഫസ്റ്റ് ബെഡ്. സിസ്റ്റർ, ഹോൾഡ് ദി ലെഗ്സ്. എന്താ എന്നെ തേടി വരാൻ ഇത്ര നാളായത്? നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല. നീ ഇല്ലാതെ ജീവിക്കാനും കഴിയില്ല. ശക്തി, ഐ ലവ് യു. എനിക്ക് വേണ്ടി എന്ത് ചെയ്യൂ? എന്താ, ട്രെയിനിൽ നിന്ന് ചാടണോ ഞാൻ? എന്നെ കല്യാണം കഴിച്ചോ? നിങ്ങളുടെ വീട്ടിൽ നിന്നോ? ഞാൻ എന്റെ വീട്ടിലും. ആരും പറയണ്ട. നേരെ വരുമ്പോ അറിയിക്കാം. എന്താ കള്ള കല്യാണം കഴിക്കാന്നാ? എന്നാ എന്നെ വേറെ ആരും കേട്ടില്ലല്ലോ. സീരിയസ് ആയിട്ടാണോ കല്യാണം കഴിക്കാന്ന് പറഞ്ഞത്? അപ്പൊ നമ്മൾ ആരും പിരിക്കില്ല. സമ്മതിച്ചൊന്ന് പറ. ഡോക്ടർ പറഞ്ഞ പിന്നെ അതിന് അപ്പീലുണ്ടോ? സത്യമായിട്ടും?